നമ്മൾ മെയിൻ കെമിക്കൽ റിയാക്ഷൻസിനെ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ വിച്ച് ഈസ് ഓൾസോ കോൾഡ് റിഡോക്സ് റിയാക്ഷൻ. ഇതിൽ 2 നമ്മൾ കണ്ടു. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും കോമ്പിനേഷൻ റിയാക്ഷനും ഡീകമ്പോസിഷൻ റിയാക്ഷനും നമ്മൾ കണ്ടു. നമുക്ക് ഇപ്പോൾ അറിയേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ ഒരു എലമെന്റ് മറ്റൊരു എലമെന്റിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ജനറൽ ഫോമിൽ പറഞ്ഞാൽ A reacts with BC to form AC plus B. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ജനറൽ ഫോം. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ നമ്മൾ സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നും പറയാറുണ്ട്. സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നും പറയാറുണ്ട്. BC എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്ന് A ഡിസ്പ്ലേസ് ചെയ്യുന്നു. A displaces B from the compound BC to form AC. B displaced ആയിട്ട് മാറി നിൽക്കുന്നു. എന്തുകൊണ്ട് A BA ഡിസ്പ്ലേസ് ചെയ്തു? Because A is more reactive than B. A B യെക്കാളും കൂടുതൽ റിയാക്റ്റീവ് ആണ്. അങ്ങനെ റിയാക്ടിവിറ്റി കൂടിയ എലമെന്റ്സ് റിയാക്ടിവിറ്റി കുറഞ്ഞ എലമെന്റ്സിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അയൺ reacts with in solid state reacts with copper sulfate solution, aqueous copper sulfate solution. എന്ത് സംഭവിക്കും? നമുക്കൊരു എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് എടുക്കുന്നു. ആ ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് 1-2 അയൺ നെയിൽസ് ഇടുന്നു. അയൺ നെയിൽസ് ഇടുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ ബ്ലൂ ആണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും അയണുമായിട്ട് റിയാക്ട് ചെയ്യും. അയണുമായിട്ട് റിയാക്ട് ചെയ്ത് ഫെറസ് സൾഫേറ്റ് ആയിട്ട് മാറും. ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും. ബ്ലൂ ഫെയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ ബ്ലൂ ഒരു ഗ്രീൻ എൻഡിലേക്ക് മൂവ് ചെയ്യും. ആൻഡ് വി ക്യാൻ സീ കോപ്പർ ഗെറ്റ്സ് ഡിപ്പോസിറ്റഡ് ഓൺ ദി സർഫസ് ഓഫ് അയൺ നെയിൽ. അതായത് അയൺ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫെറസ് സൾഫേറ്റ് പ്ലസ് കോപ്പർ കിട്ടും ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഇവിടെ അയണിന് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ്. നമുക്ക് എങ്ങനെ അറിയാം ആരെക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണെന്ന്? നമ്മൾ ഓൾറെഡി റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചിട്ടുണ്ട്. വിത്ത് potassium on the top and gold on the at the bottom. ആ റിയാക്ടിവിറ്റി സീരീസിൽ റിയാക്ടിവിറ്റി കൂടിയ എലമെന്റ്സ് ആണ് റിയാക്ടിവിറ്റി കുറഞ്ഞ എലമെന്റ്സിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ അയണിന് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ്. അതുകൊണ്ട് അയൺ ഇവിടുത്തെ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഡിസ്പ്ലേസ് ചെയ്ത് ഫെറസ് സൾഫേറ്റ് ആയിട്ട് മാറുന്നു. ആൻഡ് കോപ്പർ ഈസ് ഓൾസോ ഫോംഡ്. ആക്ച്വലി ഇൻ അവർ എക്സ്പെരിമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്ത് നമ്മൾ നെയിൽ ഇടുന്നു. അയൺ നെയിൽ ഇടുമ്പോൾ ആ നെയിലിന്റെ സർഫസിൽ കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്യും. ഇനി നമ്മൾ തിരിച്ചു ചിന്തിച്ചാലോ? ഞാൻ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു. ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു. അതിനകത്തേക്ക്
കോപ്പർ പീസസ് ഇടുന്നു, എന്തു പറ്റും? ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു, അതിലേക്ക് കോപ്പർ പീസസ് ഇടുന്നു, എന്തു പറ്റും? ഒന്നും പറ്റില്ല. കാരണം ഇവിടെ റിയാക്ഷൻ നടക്കില്ല. കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ് അയണിന്. കോപ്പറിന് അതുകൊണ്ട് അയണിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ റിയാക്ഷൻ നടക്കില്ല. പിന്നെ മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. സിങ്ക് എടുക്കുന്നു, ഇൻ സോളിഡ് സ്റ്റേറ്റ് പ്ലസ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ അക്വസ് സ്റ്റേറ്റ്. ഇവിടെയും സിങ്ക് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും. കാരണം സിങ്കിന്റെ റിയാക്ടിവിറ്റി കോപ്പറിന്റെ റിയാക്ടിവിറ്റിയേക്കാൾ കൂടുതലാണ്. സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ ആൻഡ് വി ഗെറ്റ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ ഇൻ സോളിഡ് സ്റ്റേറ്റ്. അപ്പൊ ഈ രണ്ട് എക്സാമ്പിൾസിലും നമ്മൾ കണ്ടത് റിയാക്ടിവിറ്റി കൂടിയ എലമെന്റ് റിയാക്ടിവിറ്റി കുറഞ്ഞ എലമെന്റിനെ ആ കോമ്പൗണ്ടിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യും. നമുക്കിനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. കോപ്പർ ക്ലോറൈഡും ലെഡുമായിട്ടുള്ള റിയാക്ഷൻ നോക്കാം. lead in solid state reacts with copper chloride in aqueous state gives ഇവിടെയും ലെഡ് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ്. ലെഡിന് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ലെഡ് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും. ആൻഡ് വി ഗെറ്റ് lead chloride in aqueous state plus copper is deposited in solid state. കോപ്പർ സോളിഡ് സ്റ്റേറ്റിൽ ഡിപ്പോസിറ്റഡ് ആവും. ഇവിടെ നമുക്ക് തിരിച്ചു ചിന്തിച്ചാലോ എന്ന് പറഞ്ഞാൽ കോപ്പറിനെ ലെഡ് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ അനുവദിക്കുന്നു, പ്ലസ് കോപ്പർ. നേരത്തെ ഫെറസ് സൾഫേറ്റ് കോപ്പറുമായി ഫെറസ് സൾഫേറ്റിനകത്ത് കോപ്പർ പീസസ് ഇട്ടപ്പോൾ റിയാക്ഷൻ നടന്നില്ല. കാരണം കോപ്പറിന് അയണിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇവിടെയും കോപ്പറിന് ലെഡിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെയും റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ റിയാക്ടിവിറ്റി കൂടിയ എലമെന്റിന് മാത്രമേ റിയാക്ടിവിറ്റി കുറഞ്ഞ എലമെന്റിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റിയാക്ടിവിറ്റി കുറഞ്ഞ എലമെന്റിന് റിയാക്ടിവിറ്റി കൂടിയ എലമെന്റിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ സിംപ്ലി ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നമുക്കിനി അടുത്തറിയേണ്ടത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. Double displacement reaction. Double displacement reactions we have actually exchange of ions, either cations or anions. കാറ്റയോൺസിൻ്റെയോ ആനയോൺസിൻ്റെയോ എക്സ്ചേഞ്ച് ആണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, let AB reacts with BC and എയും ബിയും അയോണിക് ഫോമിൽ എഴുതുന്നു. ലെറ്റ് എ പ്ലസ് ബി മൈനസ് ആൻഡ് ബി പ്ലസ് സി മൈനസ് sorry this is CD AB plus CD gives, I have already told you, exchange of ions take place, either positive ions cations or anions. നമുക്കിവിടെ ആനിയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ
ഈ ഡി മൈനസ് ഇങ്ങോട്ട് വരും, ബി മൈനസ് അപ്പുറത്തോട്ട് പോകും. ദാറ്റ് ഈസ് എ പ്ലസ് ഡി മൈനസ് പ്ലസ് സി പ്ലസ് ബി മൈനസ്, or the reaction can be written as AB plus CD gives AD plus CB. ഞാൻ നേരത്തെ പറഞ്ഞ റിയാക്ടിവിറ്റി സീരീസ് ഇവിടെ ബാധകമല്ല. റിയാക്ടിവിറ്റി സീരീസ് ഈസ് ഓൺലി ഫോർ സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ്. നമുക്കിവിടെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ എക്സ്ചേഞ്ച് ഓഫ് അയോൺസ്, ഒന്നുകിൽ പോസിറ്റീവ് അയോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺസിന്റെ എക്സ്ചേഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. Na2SO4 aqueous sodium sulfate plus barium chloride BaCl2. ഇവിടെ അയോൺസിന്റെ എക്സ്ചേഞ്ച് നടക്കും. അതിന്റെ ഫലമായി ഈ BA ഇങ്ങോട്ട് വരും, ബാരിയം ഇങ്ങോട്ട് വരും, സോഡിയം അങ്ങോട്ട് പോകും. നമുക്കിവിടെ അറിയാം സോഡിയമാണ് പോസിറ്റീവ് അയോൺ, സൾഫേറ്റ് അയോൺ നെഗറ്റീവ് ആണ്. ഇവിടെ ബാരിയമാണ് പോസിറ്റീവ് അയോൺ, ക്ലോറൈഡ് അയോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ ബാരിയം ഇങ്ങോട്ട് വരും, പോസിറ്റീവ് ബാരിയം ഇങ്ങോട്ട് വരും, പോസിറ്റീവ് സോഡിയം അങ്ങോട്ട് പോകും. അതിന്റെ ഫലമായിട്ട് BaSO4 പ്ലസ് NaCl. പക്ഷെ ഇവിടെ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. ഇവിടെ 2 സോഡിയം ആറ്റംസ് ഉണ്ടായിരുന്നു, അവിടെ 1 സോഡിയം ആറ്റമേ ഉള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ക്ലോറിൻ ആറ്റംസ് ഉണ്ടായിരുന്നു, അവിടെ 1 ക്ലോറിൻ ആറ്റമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ? ഓൾസോ അക്വസ്. അപ്പോൾ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ? ബാലൻസ്ഡ് ആണ്. ഇവിടെ 2 സോഡിയം ആറ്റംസ് ആണുള്ളത്, നമുക്ക് അവിടെയും 2 സോഡിയം ആറ്റംസ് ആണുള്ളത്. നമുക്കിവിടെ 1 സൾഫേറ്റ് അയോൺ, അവിടെയും 1 സൾഫേറ്റ് അയോൺ. ഇവിടെ 1 ബാരിയം, അവിടെയും 1 ബാരിയം. ഇവിടെ 2 ക്ലോറിൻ, അവിടെയും 2 ക്ലോറിൻ. ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺസിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നതിനെയാണ് നമ്മൾ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്കിനി മറ്റൊരു റിയാക്ഷൻ നോക്കാം. NaOH പ്ലസ് HCl. ഇവിടെ സോഡിയം പോസിറ്റീവ് ആണ്, OH മൈനസ് അയോൺ അതാണ് നെഗറ്റീവ് അയോൺ, H പ്ലസ് Cl മൈനസ് നമുക്കറിയാം gives സോഡിയം അങ്ങോട്ട് പോകുന്നു, ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും. സോഡിയം പോസിറ്റീവ് അയോൺ ആണ്, Na പ്ലസ് ഇങ്ങോട്ട് പോകുന്നു, ഹൈഡ്രജൻ H പ്ലസ് അയോൺ ഇങ്ങോട്ട് വരും. അയോൺസിന്റെ എക്സ്ചേഞ്ച് ആണ്, ഒന്നുകിൽ പോസിറ്റീവ് അയോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺസ്. രണ്ടും ഒരുമിച്ച് എക്സ്ചേഞ്ച് നടക്കില്ല, either പോസിറ്റീവ് അയോൺസ് ഓർ നെഗറ്റീവ് അയോൺസ്. അപ്പോൾ എന്ത് പറ്റും? NaCl പ്ലസ് H2O. ഈ റിയാക്ഷന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്, HCl എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണ്. NaOHും HClഉം റിയാക്ട് ചെയ്ത് ന്യൂട്രൽ ആകും. NaOHും HClഉം റിയാക്ട് ചെയ്ത് NaClഉം H2Oയും ആയിട്ട് മാറുന്നു. ആക്ച്വലി
ബേസും ആസിഡും ന്യൂട്രലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ റിയാക്ഷനെ നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയും. ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ കോൾഡ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. നമുക്കിനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. AgNO3 സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും NaCl. AgNO3 പ്ലസ് NaCl gives എന്ത് പറ്റും? Ag പ്ലസ് ആണ്, NO3 മൈനസ് ആണ്. Ag പോസിറ്റീവ് അയോൺ ആണ്, NO3 നെഗറ്റീവ് അയോൺ ആണ്. സോഡിയം പോസിറ്റീവ് അയോൺ ആണ്, ക്ലോറിൻ നെഗറ്റീവ് അയോൺ ആണ്. Na ഇങ്ങോട്ട് വരും, Ag അങ്ങോട്ട് പോകും. അപ്പോൾ എന്ത് പറ്റും? AgCl പ്ലസ് NaNO3 സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും ഫോം ചെയ്യും. അപ്പോൾ ഓർത്തിരിക്കുക, റിയാക്ടിവിറ്റി സീരീസ് സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് മാത്രമാണ്. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ ഒന്നുകിൽ പോസിറ്റീവ് അയോൺസ് എക്സ്ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺസ് എക്സ്ചേഞ്ച് ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനാണ്. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. റിഡോക്സ് റിയാക്ഷൻസ് നമുക്ക് റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഓക്സിഡേഷൻ റിഡക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്സിഡേഷൻ ഒന്ന്, അഡീഷൻ ഓഫ് ഓക്സിജൻ. ഓക്സിജനെ ആഡ് ചെയ്യുന്ന, ഓക്സിജനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. അല്ലെങ്കിൽ അഡീഷൻ ഓഫ് നോൺ മെറ്റൽസ്. അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സ്. അല്ലെങ്കിൽ റിമൂവൽ ഓഫ് മെറ്റൽസ്. അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സ്. അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഇതിലേതെങ്കിലും ഒന്ന് നടക്കുകയാണെങ്കിൽ ഓക്സിഡേഷൻ നടന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ ഒരു എലമെന്റിനോടൊപ്പം അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനോടൊപ്പം ഒന്നുകിൽ ഓക്സിജൻ ആഡ് ചെയ്യണം. ഓക്സിജൻ ആഡ് ചെയ്താൽ ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം. അല്ല എങ്കിൽ ഓൾറെഡി ഉള്ള ഹൈഡ്രജനെ റിമൂവ് ചെയ്യണം. ഹൈഡ്രജൻ റിമൂവ് ചെയ്താലും അവിടെ ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം. അല്ല എങ്കിൽ ഏതെങ്കിലും നോൺ മെറ്റൽസോ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സോ ആഡ് ചെയ്യണം. നോൺ മെറ്റൽസോ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സോ ആഡ് ചെയ്യുകയാണെങ്കിലും
ഓക്സിഡേഷൻ നടന്നു എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റൽസോ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സോ റിമൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഇലക്ട്രോൺസ് നഷ്ടപ്പെടണം, അങ്ങനെയാണെങ്കിലും ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം. അപ്പൊ ഇനി നമുക്ക് എന്താണ് റിഡക്ഷൻ എന്ന് നോക്കാം. റിഡക്ഷൻ എന്ന് പറയുന്നത് ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ് ഓക്സിഡേഷൻ. അപ്പോൾ റിഡക്ഷൻ എന്ന് പറയുന്നതോ റിമൂവൽ ഓഫ് ഓക്സിജൻ. റിമൂവൽ ഓഫ് ഓക്സിജൻ. റിമൂവൽ ഓഫ് ഹൈഡ്രജനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഡക്ഷൻ എന്ന് പറയുന്നതോ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അഡീഷൻ ഓഫ് നോൺ മെറ്റൽസിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഡക്ഷൻ എന്ന് പറയുന്നതോ റിമൂവൽ ഓഫ് നോൺ മെറ്റൽസ്. അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഡക്ഷനോ റിമൂവൽ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സ്. റിമൂവൽ ഓഫ് മെറ്റൽസ് ആണ് ഓക്സിഡേഷൻ. അപ്പോൾ റിഡക്ഷനോ അഡീഷൻ ഓഫ് മെറ്റൽസ്. റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സ് ആണ് ഓക്സിഡേഷൻ. അപ്പോൾ റിഡക്ഷനോ അഡീഷൻ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സ്. ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഓക്സിഡേഷൻ. അപ്പോൾ റിഡക്ഷനോ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇതാണ് ഓക്സിഡേഷന്റെ പ്രോപ്പർട്ടീസ്. ഈ കാര്യങ്ങൾ ഇതിലേതെങ്കിലും സംഭവിച്ചാൽ ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം. ഇതിലേതെങ്കിലും സംഭവിച്ചാൽ റിഡക്ഷൻ നടന്നു എന്ന് പറയാം. സാധാരണ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ചാണ് നടക്കുന്നത്. ഒരു വശത്ത് ഓക്സിഡേഷൻ നടക്കുമ്പോൾ മറുവശത്ത് റിഡക്ഷൻ നടക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കോപ്പർ ഓക്സൈഡ് പ്ലസ് H2 gives copper plus water. കോപ്പർ ഓക്സൈഡ് ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പറും വാട്ടറും കിട്ടും. ഇവിടെ നോക്കൂ, കോപ്പർ ഓക്സൈഡിൽ നിന്ന് ഓക്സിജൻ നഷ്ടപ്പെട്ടു. കോപ്പർ ഓക്സൈഡിൽ നിന്ന് ഓക്സിജൻ നഷ്ടപ്പെട്ട് കോപ്പർ ഫോം ചെയ്യും. ഇവിടെ കോപ്പർ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് ടു കോപ്പർ. ഇവിടെ നടന്നത് റിഡക്ഷൻ ആണ്. നമുക്കറിയാം, റിമൂവൽ ഓഫ് ഓക്സിജൻ. കോപ്പറിൽ നിന്ന് ഓക്സിജൻ മാറി, റിമൂവൽ ഓഫ് ഓക്സിജൻ. ഇവിടെ റിഡക്ഷൻ നടക്കും. റിഡക്ഷൻ. എന്നാൽ ഹൈഡ്രജന്റെ കേസിൽ ഓക്സിജൻ ഈസ് ആഡഡ്. ഹൈഡ്രജനോടൊപ്പം ഓക്സിജൻ ആഡ് ചെയ്തു. ഇവിടെ എന്ത് കിടന്നു? ഓക്സിഡേഷൻ. ഹൈഡ്രജനോടൊപ്പം ഓക്സിജൻ ആഡ് ചെയ്തു. അഡീഷൻ ഓഫ് ഓക്സിജൻ ഈസ് കോൾഡ് ഓക്സിഡേഷൻ. ഇനി ഹൈഡ്രജൻ ഹെൽപ്സ് കോപ്പർ ടു ലൂസ് ദിസ് ഓക്സിജൻ. ഈ കോപ്പർ ഓക്സൈഡിൽ നിന്ന് ഹൈഡ്രജൻ പോകാൻ കാരണമാക്കിയത് കോപ്പർ ഓക്സൈഡിൽ നിന്ന് ഓക്സിജൻ പോകാൻ കാരണം ഹൈഡ്രജനാണ്. ഹൈഡ്രജനാണ് ഈ ഓക്സിജനെ അബ്സോർബ് ചെയ്തത്. അല്ലെങ്കിൽ ഹൈഡ്രജനാണ് കോപ്പർ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിച്ചത്. അതുകൊണ്ട്
നമ്മൾ ഹൈഡ്രജനെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയും. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയും. അതുപോലെ കോപ്പറിനെ ഓക്സിഡൈസിങ് ഏജന്റ് എന്നും നമ്മൾ പറയും. അപ്പോൾ ഏത് സാധനമാണോ ഏത് കോമ്പൗണ്ടിനാണോ ഓക്സിഡേഷൻ സംഭവിച്ചത് അത് റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. ഏതിനാണോ റിഡക്ഷൻ സംഭവിച്ചത് അത് ഓക്സിഡേഷൻ ഏജന്റും ആയിരിക്കും. അപ്പോൾ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഒരുമിച്ചാണ് നടക്കുന്നത്. അങ്ങനെ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. റിഡോക്സ് റിയാക്ഷൻസിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നു. ആ ഓക്സിഡേഷൻ നടക്കുന്നതിന് ആവശ്യമായ കണ്ടീഷൻസ് ഇതൊക്കെയാണ്. റിഡക്ഷൻ നടക്കുന്നതിന് ആവശ്യമായ കണ്ടീഷൻസ് ഇതൊക്കെയാണ്.